എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ഗ്രീൻ ടെക്നോളജി എന്നതിനെ കുറിച്ചാണ്. ഭൂമി നമുക്ക് പൂർവികരിൽ നിന്ന് ലഭിച്ച സ്വത്തല്ല, വരും തലമുറയിൽ നിന്ന് ലഭിച്ച കടമാണ് എന്ന മഹത്തായ സന്ദേശം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗം തുടങ്ങുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ പരിസ്ഥിതി പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുമ്പോൾ ചൂട് കാലത്ത് അമിതമായ ചൂടും മഴക്കാലത്ത് അമിതമായ മഴയും, ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ കേരളം തന്നെ നമുക്കറിയാം 2018 അങ്ങനെ നിരവധി വർഷങ്ങളിൽ പ്രളയം എന്ന മഹാമാരി നമ്മൾ അനുഭവിച്ചത് തന്നെയാണല്ലോ. അപ്പോൾ ഈ ഗ്രീൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രീൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ പ്രകൃതിയെ ഉപദ്രവിക്കാതെ മനുഷ്യർക്ക് ഉപകാരപ്രദമായുള്ള വസ്തുക്കൾ എടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഗ്രീൻ ടെക്നോളജി എന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സോളാർ പാനലുകൾ എന്നത്. ഇപ്പോൾ നമുക്കറിയാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും അതുപോലെ തന്നെ ആശുപത്രികളിലും ഒക്കെ ഇപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും ഉപകാരപ്രദമായ ഒന്ന് തന്നെയാണ് സോളാർ പാനലുകൾ എന്നത്. സോളാർ പാനലുകൾ എന്ന് പറയുമ്പോൾ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ആ ചൂട് സോളാർ പാനലുകൾ സ്വീകരിച്ച് വൈദ്യുതിയാക്കി മാറ്റുക എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ചൂട് എനർജി ഇലക്ട്രിക് എനർജിയാക്കി മാറ്റുന്നു എന്നതാണ്. പിന്നീടുള്ള ഗ്രീൻ ടെക്നോളജി എന്ന് പറയുന്നത് കാറ്റിൽ നിന്ന് ലഭിക്കുന്ന വിൻഡ് വെയിൽ എന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കാറ്റിൽ നിന്ന് കാറ്റടിക്കുമ്പോൾ ഒരു ടർബൈൻ പോലത്തെ ഒരു ചക്രം ഇരുന്ന് കറങ്ങും. അങ്ങനെ കറങ്ങുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ടർബൈൻ കറങ്ങുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി അതൊരു മോട്ടറിൽ ശേഖരിച്ചു വെക്കും. അങ്ങനെ അത് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വൈദ്യുതി നമുക്ക് ലാഭിക്കാൻ കഴിയും. പിന്നീട് നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഇലക്ട്രിക് ബസ്സുകളും ഇലക്ട്രിക് വാഹനങ്ങൾ ഇനിയും വരും തലമുറയിൽ കൂടി വരിക തന്നെ ചെയ്യും. അത് വരുന്നതുകൊണ്ട് വളരെയധികം ഉപകാരം തന്നെയാണ് പ്രകൃതിക്ക് നമ്മൾക്കും ഉണ്ടാകാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഡീസൽ വണ്ടിയും പെട്രോൾ വണ്ടിയും ഒക്കെ പുറംതള്ളുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അത് പ്രകൃതിക്ക് വളരെയധികം ദോഷകരമായ ഒന്ന് തന്നെയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ പെട്രോളിയമൊന്നും ഇപ്പോൾ ഏറ്റവും അപൂർവമായി മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അത് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇലക്ട്രിക് വണ്ടി മാത്രമാണ് നമുക്ക് ഉപകാരമായി തീരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മളെ പ്രകൃതി അത് നല്ല രീതിയിൽ ഉപകാരപ്രദമായി തന്നെയാണ് നമുക്ക് വരുന്നത്. കാരണം നമ്മുടെ ആവശ്യങ്ങൾ നടക്കും, പ്രകൃതിക്ക് ഒരു ദോഷവും ഉണ്ടാകുന്നുമില്ല. അപ്പോൾ നമ്മൾ പ്രകൃതിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ വൈദ്യുതി അമിതമായി ഉപയോഗിക്കാതെ മിതമായി ഉപയോഗിക്കുക. പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയാതിരിക്കുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സഞ്ചികൾ ഒഴിവാക്കി നമ്മുടെ തുണി സഞ്ചികൾ ഉപയോഗിക്കുക. അങ്ങനെ വരികയാണെങ്കിൽ അത് പ്രകൃതിക്ക് അത്രമാത്രം ദോഷമുണ്ടാക്കുന്നില്ല, അത് വലിച്ചെറിയുകയാണെങ്കിൽ. പക്ഷേങ്കിൽ അങ്ങനെ ഒരിക്കലും വലിച്ചെറിയാൻ പാടില്ല എന്നതാണ് സത്യം. പിന്നീടുള്ള കാര്യമെന്ന് പറയുന്നത്, മരം നട്ടുപിടിപ്പിക്കുകയും മരം മുറിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുക. പിന്നീട് നമുക്കറിയാം, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നിരവധി നമ്മുടെ വീടിനടുത്തുള്ള മരങ്ങളൊക്കെ മുറിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് വളരെയധികം മോശമായൊരു കാര്യം തന്നെയാണ്. നമ്മൾ പ്രകൃതിയോട് നല്ല രീതിയിൽ പെരുമാറുകയാണെങ്കിൽ പ്രകൃതി നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുക തന്നെ ചെയ്യും. അല്ലാതെ പ്രകൃതിയോട് നമ്മൾ മോശം രീതിയിലാണെങ്കിൽ അതുതന്നെയായിരിക്കും നമ്മളോട്. അത് നമ്മൾ കണ്ടത് തന്നെയാണല്ലോ. പ്രകൃതിയെ എത്രമാത്രം ചൂഷണം ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ചൂഷണം ചെയ്തുകൊണ്ടാണ് നമ്മൾ മുൻപുള്ള കാലങ്ങളിൽ ജീവിച്ചത്. അതിനുള്ള ഭവിഷ്യത്തും നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്.
2018 പ്രളയമൊക്കെ നമ്മൾ കണ്ടത് തന്നെയാണല്ലോ. കുറേ പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു നിമിഷമായിരുന്നു അത്. അപ്പോൾ നമ്മൾ പ്രകൃതിയെ നല്ല സ്നേഹത്തോടു കൂടി തന്നെ കൈകാര്യം ചെയ്യണം. മരങ്ങളൊന്നും മുറിക്കാതെയും അതുപോലെ തന്നെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചും പ്ലാസ്റ്റിക്കുകൾ അലക്ഷ്യമായി വലിച്ചെറിയാതെയും ഒക്കെ മുൻപോട്ട് പോകണം. അപ്പോൾ ഈ ഗ്രീൻ ടെക്നോളജി വരുന്നതോടുകൂടി തന്നെ പ്രകൃതിയെ ഉപദ്രവിക്കാതെ നമുക്ക് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.